എന്ത് ചോദിച്ചെങ്കിലും മോനെ പുറത്തേക്ക് വിടാൻ വേണ്ടിട്ട് പാടില്ല, മോനെ ഉള്ളിലേക്ക് വെച്ചോളൂ. കാരണം പുറത്തേക്ക് പോയി ചങ്ങായിമാരുടെ കൂടിയിട്ട് അവരോട് സംസാരിച്ചിട്ട് പിന്നെയും ഡ്രഗ്സ് പിരിക്കും അല്ലെ, അതിന്റെ ആളായിട്ട് മാറും. അതുകൊണ്ട് പൊല്ലെ തിരിച്ചോടി. അങ്ങനെ പൊല്ലെ തിരിപ്പിച്ച് അങ്ങനെ കുറെ നാളിങ്ങനെ കഴിഞ്ഞിട്ടാകുമ്പോ എന്താ പറയുക പ്രശ്നം, ഈ ചെക്കന് പിന്നെ ഡ്രഗ്സിന്റെ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അവൻ എന്താന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ്സ് കിട്ടാത്തപ്പോ അവന്റെ മെന്റലി ഭയങ്കരമായിട്ട് പ്രോബ്ലം വരാൻ തുടങ്ങി. എന്ത് അവന് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അതായത് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ പറയാം, ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചു പിന്നെയും കഴിക്കാൻ നമുക്ക് തോന്നും, പിന്നെയും ആ തിന്നാൻ തോന്നും, പിന്നെയും തിന്നാൻ തോന്നും. പിന്നെ ഇങ്ങനെ ഒരാഴ്ച നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ അതിങ്ങനെ വലിച്ചോണ്ടോ തിന്നോണ്ടോ കഴിച്ചോണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെ നിപ്പിക്കാൻ വേണ്ടിട്ട് പറ്റാല. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് പിരാന്ത് പോലെ ആവും, നമ്മളല്ലാതായിട്ട് മാറും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ എപ്പോഴും ഉമ്മാരെടുത്ത് പോയി ചോദിക്കുമ്പോ ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരുന്ന, ജസ്റ്റ് പോയിട്ട് ഞാൻ ഒന്ന് വരുന്ന, പക്ഷെ ഉമ്മ വിട്ടുകയില്ല. അങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി. പിന്നെയും ഇതിങ്ങനെ സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല, ഒരു പാക്കറ്റെങ്കിലും ഒന്ന് കിട്ടണം, ഒരിക്കലെങ്കിലും ഒന്നിങ്ങനെ വലിക്കണം, അതിന്റെ മണം രുചിക്കണം. അങ്ങനെ ഉണ്ടാക്കി. പിന്നെയും ഉമ്മാട് വന്നിട്ട് ചോദിച്ചു, ഉമ്മ എന്നൊന്നും നിങ്ങൾ പുറത്തേക്ക് നടക്കോ, ഞാനൊന്ന് പോയിട്ട് വരട്ടാം. ഉമ്മ അപ്പോഴും പറഞ്ഞു, നീ പോകാൻ പാടില്ല, പ്രത്യേകിച്ച് ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ഉപ്പാന്റെ സമ്മതം ഇല്ലാതെ നീ പുറത്തേക്ക് പോകാൻ ഞാൻ നിന്നെ വിടൂല. അങ്ങനെ എന്തെന്നറിയോ, അങ്ങനെ കേട്ട് 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 വിടാത്തപ്പോ അവന്റെ മാനസിക നിലയെല്ലാം ചേഞ്ച് ആവാൻ വേണ്ടി തുടങ്ങി. അവന്റെ സ്വഭാവം ചേഞ്ച് ആകാൻ, അവന്റെ ദേഷ്യങ്ങളെ കൺട്രോൾ ആക്കാൻ വേണ്ടിട്ട് പറ്റാതെ അവന്റെ കുച്ചില് ഭാഗത്തുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് സ്വന്തം ഉമ്മാന്റെ വയറ്റത്തേക്ക് കുത്തിയിട്ട് ഉമ്മാനെ കൊലപ്പെടുത്താന്ന് മാത്രമല്ല, ഒറ്റ കുത്തല്ല, നിരന്തരം 5 പ്രാവശ്യം ഇങ്ങനെ കുത്തിയിട്ട് ഉമ്മാനെ മരിച്ചോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഉമ്മ താഴെ നിലത്ത് ചോര ഇങ്ങനെ വാർന്നൊഴുകി ഉമ്മ ഇങ്ങനെ നിലത്ത് ബോധം കെട്ടിട്ട് മരിച്ചിട്ട് ഇങ്ങനെ വീണപ്പോ എന്നിട്ടും ചൊടി തീരാത്ത ഉമ്മാന്റെ മേലെ നെഞ്ചത്തെ കയറിയിട്ട് ഡാൻസ് കളിച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ് പ്രിയപ്പെട്ട മക്കളെ. നമ്മളെ ഡാൻസ് കളിച്ച് ഉമ്മാന്റെ നമ്മുടെ സ്വന്തം ഉമ്മാന്റെ മേലത്തെ കയറിയിട്ട്. അപ്പോ ഈ അവസ്ഥ കണ്ടപ്പോ എല്ലാവർക്കും ബേജാറാവും, നമുക്കും ഈ സങ്കടം ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ബേജാറാവും. അപ്പൊ ഈ ന്യൂസ് പത്രക്കാരൊക്കെ ചോദിച്ചു, അല്ല മോനെ, നിന്നെ പ്രസവിച്ച ഉമ്മയല്ലേ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ, എന്തിനാണ് ആ ഉമ്മാനോട് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ ആ മകൻ പറഞ്ഞത്, എന്നെ എന്തിനാ വെറുതെ പ്രസവിച്ചത്, ആ പ്രസവിച്ച് എനിക്ക് ഞാൻ കൊടുത്ത ഒരു പനിഷ്മെന്റ് ആണ്, ഞാൻ കൊടുത്ത ഒരു ശിക്ഷയാണ്, ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. അത് പറഞ്ഞത് അവനല്ല, പിന്നെ അവനെ പറയിപ്പിച്ചത് എന്താണ്, ആ ഡ്രഗ്സ് ആണ്. അവൻ തിന്നുന്ന, അവൻ അടിമപ്പെട്ടു പോയ, അഡിക്ഷൻ ആയി പോയിട്ടുള്ള ആ ലഹരിയാണ് അവനെ അങ്ങനെയാക്കി മാറ്റിയത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട, വളരെ കെയർ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ചില്ലറ ഒരു വിഷയമല്ല. എന്താണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്, എന്താണ് ഈ ലഹരി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കാം ലഹരിക്ക്. അതൊക്കെ വിട്ടോളി, എല്ലാ കാര്യങ്ങളും വിട്ടോളി, നമ്മൾ കുറച്ച് പഠിക്കാം. എന്താണ് ഈ ലഹരി എന്ന് പറഞ്ഞാൽ? ലഹരി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ലഹരി എന്നൊക്കെ പറഞ്ഞത്. എന്താണ് ഈ ലഹരി എന്ന് പറഞ്ഞാല്, പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ജാസ്തി നമുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാകുന്നതും, അതേപോലെ തന്നെ നമ്മളിങ്ങനെ പിന്നെ ചെയ്യുമ്പോൾ അത് നമ്മൾ ചെയ്യുകയാണെങ്കിലും തിന്നുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും എന്തായിക്കോട്ടെ, അതിങ്ങനെ നമ്മൾ അമർത്തി നടക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് കൊസിയാകുന്നതും സന്തോഷം ഉണ്ടാകുന്നതും ഹാപ്പി ആവുന്നതും, അതെങ്ങാനും നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്നതുമായ സംഗതിക്കാണ് എന്ത് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത്. അതുകൂടി ഞാൻ പറയാം, ലഹരി എന്ന് പറഞ്ഞാല് ഈ കള്ള്, കഞ്ചാവ് ഇതെല്ലാം വിട്ടോളി. അതല്ലാതെ തന്നെ ലഹരി എന്ന്, മൊത്തത്തിൽ ലഹരി എന്ന് പറഞ്ഞാല് നമുക്കിങ്ങനെ അതിങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും. അതേപോലെ തന്നെ നമുക്കത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. അതെങ്ങാനും നമുക്ക് ചെയ്തില്ലെങ്കിലോ നമ്മുടെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, ഒരു എന്തോ ഒരു ഇറിറ്റേഷൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഫീൽ ആയിക്കൊണ്ടാവും. അങ്ങനത്തെ എന്ത് കാര്യമുണ്ടോ അതെല്ലാം ലഹരിയാണ്. അങ്ങനത്തെ സംഗതികളെല്ലാം മക്കളൊന്ന് പറഞ്ഞോളി, ഏതൊക്കെയുണ്ട് അങ്ങനെ സംഗതികൾ? നമുക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ തോന്നും, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഏതൊക്കെയാ സംഗതികൾ നിങ്ങൾ തന്നെ പറഞ്ഞോളി. മൊബൈൽ ഫോൺ ഉപയോഗം, വെരി ഗുഡ്. അതൊരു ഭയങ്കര എക്സാമ്പിൾ ആണ് അല്ലെ. മൊബൈൽ ഫോൺ, വാട്സപ്പിൽ ഒരു മെസ്സേജ്, ചങ്ങായി മെസ്സേജ് അയച്ചാ എന്നിട്ട് നമ്മൾ റിപ്ലൈ അയച്ചെങ്കിൽ അതിലേക്ക് ബ്ലൂടിക്ക് വീണന റിപ്ലൈ എന്തൊക്കെ അയച്ചില്ല അല്ലെ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ആക്കിയെങ്കിൽ എനിക്ക് എത്ര ലൈക്ക് വന്ന്, ആർക്കാരെങ്കിലും കമന്റ് ഇട്ട, ആർക്കാരെങ്കിലും തീ ഇട്ട, ആർക്കാരെങ്കിലും ഹാർട്ട് സെൻഡ് ഇട്ട, ഇങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ. അതിന്റെ അർത്ഥം എന്താണ്?
അർത്ഥം എന്താണ്? അത് ലഹരി, അത് ലഹരി. അതല്ല, അത് വേറെ ലഹരി പറഞ്ഞോളൂ മക്കളെ. മൊബൈൽ ഫോൺ, പിന്നെ ചായ ലഹരിയല്ലേ? അസർക്ക് ചായ കിട്ടിയില്ലെങ്കിൽ എന്താവും? തലതൊമ്പൽ എന്താവും? തുടങ്ങും അല്ലെ? ഏക ചിലപ്പോൾ പണ്ട് ഉപ്പാനോട് കേട്ട് വെക്കള്, അവർക്ക് ചായ കിട്ടിയില്ലെങ്കിൽ എന്താവും? തലതൊമ്പല തുടങ്ങും. എന്ത്? അതൊരു ലഹരിയാണ് അല്ലെ? പിന്നെ വേറെ എന്തുണ്ടൊക്കെ ഞാൻ അതിലേക്ക് വരാം. ലഹരി നമുക്ക് പറയാം. എന്താ ലഹരി? 2 ടൈപ്പ് ലഹരി ഉണ്ട്. ലഹരി എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ്. ഒന്ന് പോസിറ്റീവ് ലഹരി, രണ്ടാമത് നെഗറ്റീവ് ലഹരി. എല്ലാവരും പറഞ്ഞോളി, ഒന്നാമത്തെ ലഹരി ഏതാണ്? രണ്ടാമത്തത് ഒന്ന് പോസിറ്റീവ്, രണ്ടാമത്തത് നെഗറ്റീവ് ലഹരിയാണ് അല്ലെ? അപ്പൊ പോസിറ്റീവ് ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നല്ലതാണ്, അത് നല്ല ലഹരിയാണ്. അതിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാവും, ചെയ്തില്ലെങ്കിൽ നമുക്കത് ഭയങ്കര ടെൻഷൻ ആവും. അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ നല്ല വിഷയം, അതാവണം. അങ്ങനെ അത് നല്ല ലഹരിയാണ്. എക്സാമ്പിൾ നിങ്ങൾ തന്നെ പറഞ്ഞു. ഏതാ എക്സാമ്പിൾ? പോസിറ്റീവ് ലഹരി? റീഡിങ്. മാഷാ, നല്ലൊരു എക്സാമ്പിൾ. ചില ആൾക്ക് ഇങ്ങനെ എപ്പോഴും വായിച്ചുകൊണ്ട് വേണം അല്ലെ? റീഡിങ് ഭയങ്കര, എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കണം, സ്റ്റോറി വായിക്കണം, ന്യൂസ് പേപ്പർ വായിക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് പോലെ. ചില ആൾക്ക് അങ്ങനെ വായന, റീഡിങ് ഭയങ്കര, അതൊരു നല്ല ലഹരിയാണ്. അതല്ലാത്തൊരു ലഹരി പറഞ്ഞോളി, നിസ്കാരം അല്ലെ? അങ്ങനത്തെ ലഹരി ഉണ്ടെങ്കിൽ വലിയ കയറാണ് നമുക്ക്. എന്താ നിസ്കരിക്കാൻ തോന്നുന്നത്? എപ്പോഴും നിസ്കരിച്ചാൽ ഭയങ്കര ലാഭം. നിസ്കരിച്ചില്ലെങ്കിൽ, സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തോ ഒരു മനസ്സിലൊരു വേദന. മുസ്ഹഫ് ഓതുക, അതൊരു ഭയങ്കര ലഹരിയാണ്. മുസ്ഹഫ് ഓതുക. പിന്നെ അസർത്ത കളിയാ, കളി നല്ല ലഹരിയാ, പഠിക്കൽ ലഹരിയാ? നിങ്ങളെന്നെ ചെല്ലത്ര അറിയോ? അത് നല്ലതുകൊണ്ട് പഠിക്കുന്നുണ്ട്. നല്ലതല്ല ചെല്ലല്ല, കളി നല്ല ലഹരിയാണ്. പക്ഷെ നമുക്ക് ഓവറായാൽ അതെന്തായി മാറും? ചിലപ്പോ പഠിക്കൽ ലഹരിയായിട്ട് മാറും അല്ലെ? അതല്ലാത്ത വേറെ പോസിറ്റീവ് ലഹരികൾ. പാട്ടുകൾ കേൾക്കുക. ഏത് പാട്ട്? ഫിലിമിന്റെ പാട്ടല്ല, അന്നന്റെ പാത്തി, ആ പാട്ടല്ല. പിന്നെ റസൂലുള്ളാഹിന്റെ മദീനകളെ, ഇഷ്കുകളെ, വൃന്ദകളെ ഇങ്ങനെ കേൾക്കുക. നല്ല ലഹരിയാണ് അല്ലെ? നല്ല ലഹരിയല്ലേ? നോക്ക്, നമ്മളെ പ്രിയപ്പെട്ട നേതാവ് ശൈഖുനാ ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു, അവർക്കൊക്കെയുള്ള ലഹരി എന്താണെന്നറിയോ? ഇൽമു പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ലഹരിയാണ്. ഇൽമു പഠിക്കുക, അതിന് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതവർക്ക് ഭയങ്കര, എത്ര മണിക്കൂർ ക്ലാസ് എടുത്താലും അവർക്കൊന്നും മടിയാവില്ല. കാരണം അത് അവർക്ക് ലഹരിയാണ്. അവർ ക്ലാസ് എടുത്തില്ലെങ്കിലാണ് അവർക്ക് മടി വരാം. ഒരു ടെൻഷൻ വരുന്ന ഇപ്പൊ ക്ലാസ് എടുത്തില്ലെങ്കിൽ. കാരണം അതൊക്കെ ഇങ്ങനെ ലഹരിയായിട്ട് കൊണ്ടുവരുന്നതാണല്ല. ഇരിക്കട്ടെ. ഇനി അടുത്ത ലഹരി എന്ന് പറയുന്നത് ഒന്ന് പോസിറ്റീവ് ലഹരി, രണ്ടാമത്തത് നെഗറ്റീവ് ലഹരിയാണ്. നമ്മളത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്, നമ്മളത് ചെയ്യാതിരിക്കേണ്ടതാണ്. അത് നമ്മൾ എല്ലാ രീതിയിലും നശിപ്പിക്കുന്ന ലഹരിയാണ് നെഗറ്റീവ് ലഹരി അല്ലെ? ആ നെഗറ്റീവ് ലഹരി എന്തൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ അറിയാം. ഒന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുക അല്ലെ? മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക. രണ്ട് സിഗരറ്റ്. അത് പ്രധാനപ്പെട്ട സംഗതിയാണ് സിഗരറ്റ്. ചില ആളുകൾ സിഗരറ്റ് വലിച്ചിട്ടില്ല. ചില ഉസ്താദുകൾ സിഗരറ്റ് വലിക്കൽ ഹറാമാണ്. ഞാൻ വലിച്ചെങ്കിൽ എന്താ? എന്റെ ഉപ്പ വലിക്കുന്ന സിഗരറ്റ്, എന്റെ കുടുംബക്കാർ വലിക്കുന്നത്, നിങ്ങാരും വലിക്കാൻ പാടില്ല. നല്ല വിഷയമല്ല. കാരണം എന്താ അറിയാം? നമ്മളെ ഉപ്പാമാരല്ല സിഗരറ്റ് വലിച്ചത്, അതിനപ്പുറം പോകാല. പക്ഷെ ഇപ്പത്തെ കാലം നല്ല കാലം, നമ്മൾ സിഗരറ്റിലൊന്നും നിൽപ്പിക്കാറ്. അപ്പൊ അതിനപ്പുറത്തൊക്കെ പോയിട്ടിരിക്കും. നിങ്ങളുടെ കഥ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ സിഗരറ്റ് നന്നായിട്ട് ഒഴിവാക്കുക എല്ലാവരും അല്ലെ? അത് കടക്ക് ലഹരിയാണ്. പിന്നെ എന്ത് ലഹരി പറഞ്ഞോളി? കള്ളു പിടിക്ക, അതൊരു ലഹരിയാണ്. പിന്നെ ഒരുപാട് സംഗതി പറഞ്ഞല്ലേ? ചീത്ത വാക്കുകൾ പറയാ. വാക്കുകൾ ബടായി ചില ആൾക്കാർ ലഹരി ഉണ്ടോ? വെറുതെ ബടായി വിടണോ? പണ്ടി എന്തെല്ലാം ബടായി വിടുക. പണ്ടേ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചങ്ങായി ഉണ്ടായിരുന്നറിയോ? വിട്ട് ബടായെന്നറിയോ? എന്റെ പുറയിൽ ആന കൊണ്ടു പെട്ടെന്ന് എന്റെ പുറത്ത് ആന കൊണ്ടുവന്നു. ഞങ്ങൾ ചെറിയല്ലേ, ഞങ്ങളിപ്പോ ഇങ്ങനത്തെ ഇപ്പൊ നമ്പല്ല, കണ്ണിയൊക്കെന്താണ് ഞങ്ങൾ അന്ന് നമ്പി. അങ്ങനെ ഞങ്ങൾ എന്താക്കി ഉച്ചക്ക് ഈ ലഞ്ച് ബ്രേക്ക് ഉണ്ടല്ലോ, ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച. അപ്പൊ ലഞ്ച് ബ്രേക്കിൽ ഞങ്ങൾക്ക് പുറത്തൊക്കെ നിസ്കരിക്കാനല്ലോ പോവാം. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ലഞ്ച് ബ്രേക്കിൽ ഞങ്ങൾ പുറത്തൊക്കെ ഓന്റെ പുരക്ക് പോയി പിന്നെ ആന ഉണ്ട്, ആനൊക്കെ നോക്കി. അപ്പൊ ഓടെ പല ആനകൾ. അപ്പൊ ഒരു കിട്ടുന്ന ആന, അത് ആന മേയാൻ പോയി. മേയത്തില്ലേ ഈ പയ്യല്ല പുല്ല് തിന്നാൻ വേണ്ടി പോലെ. അങ്ങനെ അവൻ പറയുന്നത് അത് മേയാൻ പോയില്ലേ. ഞങ്ങൾ നമുക്ക് എടുത്ത് തിരിച്ചെത്താക്കി സ്കൂളിലേക്ക് വന്ന്. അപ്പൊ ചിലർക്ക് വെറുതെ ഇവിടെ ആയിട്ടുണ്ട്. എന്റെ ഉപ്പ BMW കിട്ടും, എന്റെ ഉപ്പ അങ്ങനെ അതൊരു ലഹരിയാണ്. അതൊരു നെഗറ്റീവ് ലഹരിയാണ്. അത് വേണ്ടാത്ത ലഹരിയാണ്. അതേപോലെ പിന്നെ ഏത് ലഹരിയായിട്ട് അറിയണോ? വിമാനം എക്സ്പീരിയൻസ് അല്ല. അതുകൊണ്ട് തിന്നുന്ന സാധനങ്ങൾ എന്തായാലും ശൈലിയുണ്ട് അല്ലെ? വേറെ സാധനങ്ങളുണ്ട്. വാർത്തയായാലും മധുവായാലും വിമലായാലും എന്തായാലും
പിന്നെ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, മൊബൈൽ ഫോണിന്റെ ഉപയോഗം അല്ലെ, മൊബൈൽ ഫോണിന്റെ ഉപയോഗം എന്ന് അറിയുന്നില്ല, അധികമായിട്ട് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുക, ഗെയിം കളിക്കുക, ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുക. ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു മൊബൈൽ ഫോൺ ഉപയോഗം നമുക്ക് വേണം. അതല്ല പിന്നെ എപ്പോ നോക്കുമ്പോ ജസ്റ്റ് ഫ്രീ കിട്ടിയെങ്കിലായി, ഹോംവർക്ക് ഒന്നും ചെയ്യാനോ പഠിക്കൊന്നുമില്ല, മൊബൈൽ ഫോൺ തന്നെ എപ്പോ നോക്കുമ്പോ ഗെയിം തന്നെ, ഫ്രീ ഫയറും പിന്നെ അതെല്ലാം അല്ലെ, അത് ഭയങ്കര നെഗറ്റീവ് ലഹരിയാണ്. അതല്ലേ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഇനി ഈ നെഗറ്റീവ് അവ രണ്ട് ലഹരികൾ പറഞ്ഞോളൂ മക്കളെ, ഒന്നേതാണ് പോസിറ്റീവ് ലഹരി, രണ്ടാമത്തേത് ഏതാണ് നെഗറ്റീവ് ലഹരി. ഈ നെഗറ്റീവ് ലഹരിന്റെ ഉള്ളിൽ രണ്ട് ടൈപ്പുകളുണ്ട് നെഗറ്റീവ് ലഹരി തന്നെ. ഒന്ന് നാച്ചുറൽ ഡ്രഗ്, മറ്റൊന്ന് സിന്തറ്റിക് ഡ്രഗ് ആണ്. ഒന്ന് നാച്ചുറൽ ആണ്, മറ്റൊന്നാണ് സിന്തറ്റിക് ആണ്. നാച്ചുറൽ ഡ്രഗ് എന്ന് പറഞ്ഞാലും സിന്തറ്റിക് എന്നാലും ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാല് അതിന്റെ എഫക്റ്റിലാണ് ഡിഫറൻസ് വരാം. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റ് ആണ്, അതിന്റെ എഫക്റ്റ് ഭയങ്കര ലാർജാണ്. അത് ഉദാഹരണം പറയാം, ഒരാള് കള്ള് കുടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു, ആ കള്ള് കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അയാൾക്ക്, അത് നിർത്താതിരിക്കാൻ സ്റ്റോപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കഴിയാതിരിക്കണമെങ്കിൽ അയാൾ ഒരു 5 കൊല്ലം കള്ളു കുടിക്കുന്നതാണ് കണക്ക്. ഒരു 5 കൊല്ലം ഒരാൾ കള്ളു കുടിച്ചെങ്കിൽ അയാൾക്ക് എന്താ അത് നിർത്താതിരിക്കാൻ വേണ്ടി പറ്റും. അത്രേ ഒരു കൊല്ലം ഇങ്ങനെ കണ്ടിന്യൂ കള്ളു കുടിക്കുന്നതാണെങ്കിൽ അവൻ വിചാരിച്ച് ഓടിക്കാൻ അത് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ്. അപ്പൊ ഇനിയൊരു ലഹരി ഉണ്ട്, എന്താണെന്നറിയോ? ഇപ്പോഴത്തെ ഏറ്റവും അപകടകരമായ ഡേഞ്ചർ ആയിട്ടുള്ള MDM പോലത്തെ ലഹരികൾ. ഇത് MDM പോലെ ചിലപ്പോൾ അതൊരു പൊടിയായിരിക്കാം, പല ടൈപ്പുകളുണ്ട്. അത് മണക്കുന്ന അല്ലെങ്കിൽ വീട്ടിലേക്ക് കുടിക്കുന്ന അങ്ങനത്തെ ലഹരികള് ഒരു പ്രാവശ്യം ഒരു ടൈം നമ്മളിങ്ങനെ തിന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അഡിക്റ്റ് ആയിട്ട് മാറി. അതാണ് ഈ സിന്തറ്റിക് ലഹരിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരിക്കൽ തിന്നൊക്കെ മതി, പിന്നെന്താണ് നമ്മൾ തോന്നുന്നു അടുത്ത പ്രാവശ്യം കിട്ടണം, പിന്നെ അടുത്തത് കിട്ടണം. എങ്ങനെയെങ്കിലും ആക്കി നമുക്കത് കിട്ടാതിരിക്കാൻ, അതിൽ നമുക്ക് ഒരിക്കൽ തിന്നെങ്കിൽ നമുക്കതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിട്ട് പറ്റാൻ അത്ര പ്രയാസം. പിന്നെ ഇനിയോ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റിയാൽ 5 കൊല്ലത്തിനുള്ളിൽ ആള് മരിച്ചു പോകും. 5 കൊല്ലത്തിനുള്ളിൽ എന്താകും, ആള് മരിച്ചിട്ട് പോകും. അങ്ങനത്തെ അവസ്ഥ. ആ ലഹരിക്കാണ് എന്ത് പറയാ, സിന്തറ്റിക് ലഹരി. എന്ത് പറയാ, സിന്തറ്റിക് ലഹരി. അത് MDM പോലത്തെ ലഹരികളാണ്. പല പേരുകളുണ്ട്, ഹാപ്പി എന്ന് പേരുണ്ട്, പിന്നെ ഫീൽഡ് എന്ന് പേരുണ്ട്. അങ്ങനെ വേറെ വേറെ പേരിലും വേറെ വേറെ ടൈപ്പിലുമാണ് ലഹരി അറിയപ്പെടുന്നത്. ചിലപ്പോ ഒരു ബൂമറില്ലേ തിന്നുന്ന, ആ ബൂമർ പോലത്തെ ഒരു സാധനമായിരിക്കും ചിലപ്പോ തിന്നുന്നത്. ശ്രദ്ധിച്ചോളി, എല്ലാ പേരും ഇങ്ങനെ വാങ്ങി തിന്നാൻ പാടില്ല നമ്മള്. അത് ചിലപ്പോ ജ്യൂസിൽ ഒരു പൊടിയായിരിക്കും ഇട്ട് തരുന്നത്. അത് അങ്ങനത്തെ എന്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിലാണ് ഈ ലഹരികൾ ഇന്ന് നമ്മുടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മലപ്പുറത്തെ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, പ്രിയപ്പെട്ടത്, അത് സാബിത്താണ് ചെറുപ്പക്കാരന്റെ പേര്. അപ്പൊ ഇവനെന്ന് പറഞ്ഞാല് പിന്നെ ലഹരിയിലേക്ക് പോയിട്ട് അതിന് ഭയങ്കര അഡിക്റ്റഡായി പിന്നെ ഒരു ജീവിതത്തിലേക്ക് റിട്ടേൺ വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ അവനിങ്ങനെ വന്നിട്ട് അവന്റെ ലൈഫിൽ ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ് അവൻ ഈ ലഹരിന്റെ ആളായിട്ട് മാറിയത്. ഓരോന്നറിയോ, ഫ്രണ്ട്സ് കൂട്ടുകാർ ഒന്നിച്ചിട്ട് ഒരു മലയിൽ എപ്പോഴെങ്കിലും താമസിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും വെറുതെ നേരത്തെ പറഞ്ഞ വടായിക്കാറില്ലേ, അങ്ങനെ വെറുതെ കൊണ്ടിങ്ങനെ സംസാരിച്ച് വടായിലെ വിട്ട് ഒരു കാച്ചെല്ലാം കൊണ്ടിട്ട് ഇങ്ങനെ വരുന്ന ഒരു ടീമാണ് ചങ്ങായിമാർ അല്ലെ. സാധാരണ നമ്മളോ അങ്ങനെ ഉണ്ടാവുമല്ലോ, മലയില് മകരവിസ്കാരത്തിലുള്ള പള്ളി ഇങ്ങനെ വന്നിട്ട് ഒരു വ്യക്തി നിർത്തുക, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് അവിടെ ബസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ വിഷയം പറയുന്ന, അങ്ങനെ ഒരു വിഷയം പറയാൻ വേണ്ടി അവിടെ പോകുന്ന ഒരു മലത്തിലെങ്കിലും ഗുഡ അതിൽ അവിടെ പോകുന്നു. അങ്ങനെ അവർ പോയിട്ട് അവിടെ ഇങ്ങനെ സംസാരിക്കും. പിന്നെ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ സംസാരങ്ങളെല്ലാം. അപ്പൊ ഓരോ ദിവസം ഇങ്ങനെ പോകും, ചിലപ്പോൾ കഴിക്കാൻ കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിൽ ചായക്കാരൻ മിക്സ് ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകും. പിന്നെ അതെന്താക്കി പിന്നെ സ്മോക്കിങ്ങിലേക്ക് തുടങ്ങും. ഒരാൾ സിഗരറ്റ് കൊണ്ടുവന്ന് സ്മോക്കിങ് എല്ലാവർക്കും വലിച്ചതൊരു ഹാബിറ്റ് ആയിട്ട് മാറി. അങ്ങനെ മെല്ലെ വീണ്ടും വേണ്ടി ഇങ്ങനെ പതിവായി മെല്ലെ കള്ളു കുടിക്കാൻ വേണ്ടി അവർ തുടങ്ങി. ആ കള്ള് മെല്ലെ കഞ്ചാവിലേക്ക് മാറി. അങ്ങനെ കഞ്ചാവ് വലിക്കാൻ വേണ്ടി തുടങ്ങി. എല്ലാ ദിവസവും കഞ്ചാവ് അടിക്കാം, രാത്രി 12 മണി വരെ ചില നാളെല്ലാം എത്തിക്കാം, ചില നാളെ രാത്രി മുഴുവനും കഞ്ചാവ് അടിച്ച് എവിടെ ഉറങ്ങാം, പിന്നെ പുറയ്ക്ക് പോവാം. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് മാറി. അങ്ങനെ എന്താ പറയുക, ഇതിലേക്ക് അഡിക്റ്റഡ് ആയപ്പോ ഇവർക്ക് ഇത് കിട്ടണം, ഇത് പൈസ കൊടുത്ത് വാങ്ങണ്ടേ. ഒരു പാക്കറ്റിന്റെ 4000-5000 രൂപ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇത് പൈസ വേണ്ടേ, ഈ പൈസ എവിടെ നിന്ന് കിട്ടും? അവര് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് അവർ മാർഗം കണ്ടതെന്ന് പറയാം. അവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരേ വേ എന്ന് പറയുന്നത് കക്കുക എന്നുള്ളതാണ്. അവർ പൈസ പൊക്ക. അപ്പൊ അങ്ങനെ എന്തും മെയിൻ കക്കുന്നത് പറഞ്ഞാല് ബൈക്കാണെങ്കിൽ സ്കൂട്ടർ, ബൈക്ക്, ഇതെല്ലാം കട്ടിലെന്താക്കാം, പൈസ ആക്കാം, എന്നിട്ട് ഇത് വാങ്ങാം. മനസ്സിലായി? അങ്ങനെ എന്തായാലും അങ്ങനെ എല്ലാ ദിവസവും കക്കാൻ വേണ്ടി തുടങ്ങി. ഒരു നാൾ പോലീസ് പിടിച്ച്, ഒരു ടീമിനെ തന്നെ പോലീസ് പിടിച്ച്. അങ്ങനെ ഇവരും എന്തായി, ആ അറസ്റ്റിലായി, സെല്ലിലായി, ജയിലിലായി മാറി. ജയിലിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അതേ സെല്ലിലേക്ക് ഒരു 6 ചെറുപ്പക്കാര് വരാണ് പുതിയതായി.
അവരുടെ കേസും ഈ ഡ്രഗ്സിന്റെ കേസാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. ഒരാൾ ഉപ്പാൻ തലക്കടിച്ചത്, ഒരാൾ പെങ്ങളെ കൊല്ലാൻ നോക്കിയത്, നാട്ടുകാർ കുത്തിയാൻ നോക്കിയത്, പല പ്രശ്നത്തിലാണ്. അപ്പൊ ഏതായാലും ഇങ്ങനത്തെ ആളുകൾ അവസാനിക്കുന്ന ഇങ്ങനത്തെ പ്രശ്നത്തിലായിരിക്കും. അങ്ങനെ ഇവര് വന്നു, സെല്ലിൽ താമസിക്കുന്നു. അങ്ങനെ ഈ വന്ന 6 ആളുകള് അവരാണെങ്കിലോ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഭയങ്കര ടോപ്പ് സ്റ്റേജിലുള്ള ആളുകളാണ് ഇവര്. ഇതിങ്ങനെ ഉപയോഗിച്ച് അത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ്. അപ്പൊ അവരില് ഇതിങ്ങനെ കിട്ടാതായപ്പോ ഭയങ്കരമായിട്ട് എന്തെല്ലാം ഇറിറ്റേഷൻ വരാൻ തുടങ്ങി. ഈ ഡ്രഗ്സിന്റെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അത് ഉപയോഗിച്ച ആളുകൾ ഒരു 2 ദിവസം 3 ദിവസം ഉപയോഗിച്ച 4ാമത്തെ ദിവസം അത് പിന്നെ കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്താവും. പിന്നെ എന്താക്കും, ഓന്റെ എതിരിലുള്ള ഉപ്പ അല്ലാതായിട്ട് മാറും, ഉമ്മ അല്ലാതായിട്ട് മാറും, പെങ്ങളല്ലാതായിട്ട് മാറും, ഉപ്പന്റെ തലക്കടിക്കും മകന്, ഉമ്മാനെ കത്തികുത്തും. കണ്ടുപിടിക്കുന്ന സംഗതിയാണ്. പെങ്ങന്മാരെ പോലും റേപ്പ് ചെയ്യും. അങ്ങനത്തെ അവസ്ഥ ആയിട്ട് മാറും. കാരണം അവനല്ലാതായിട്ട് മാറും. അവന്റെ തലയെ മാറ്റി മറിക്കാൻ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ ഈ 6 ചെറുപ്പക്കാര് ഇവർക്ക് അവിടെ തിന്നാനോ മടക്കാനോ ഒന്നും കിട്ടുന്നില്ല, ഡ്രഗ് കിട്ടുന്നില്ല. അപ്പൊ അവര് പിരാന്താവാൻ തുടങ്ങി. ലാസ്റ്റ് എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനല്ലേ. അതിനവർ ചെയ്ത ഒരു വഴി എന്ന് പറയുന്നത്, അവർ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിനെ അടിച്ചിട്ട് അതിനെ പൊട്ടിച്ചിട്ട് എന്താക്കിയെന്ന് പറഞ്ഞാല് അതിൽ കിട്ടുന്ന ഒരു കുപ്പിന്റെ ഒരു ചില്ലെടുത്തിട്ട് എല്ലാ ദിവസവും ഓരോ ദിവസവും ഓരോരുത്തരുടെ കൈ ഇങ്ങനെ മുറിച്ചിട്ട് ചോര വരുമ്പോ ആ ചോര ഇങ്ങനെ കുടിച്ചിട്ട് ചിലങ്ങനെ കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ആകും, ചില അതിനെ മണത്തിന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് കൺട്രോൾ ആക്കുന്ന ചൊടി, അങ്ങനെ കൺട്രോൾ ആക്കുന്ന ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു ഭയാനകരമായ അവസ്ഥ. ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ ഈ മലപ്പുറത്തെ സ്ഥാപിക്കുന്ന ചെറുപ്പക്കാർക്ക് ഭയങ്കരമായിട്ട് മാനസികമായ വിഷമം ഉണ്ടാവുന്നു. പോലീസുകാരോട് സംസാരിക്കുന്നു, പിന്നെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയിട്ടാണ് ഈ മനുഷ്യൻ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. വലിയ നല്ല ജീവിതത്തിലേക്ക് കൊടുക്കുവാനാകട്ടെ. അപ്പൊ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറഞ്ഞത് ഇതിന്റെ എഫക്ട് ഭയങ്കരമാണ്. നമ്മളൊരു സിഗരറ്റിൽ ചിലപ്പോൾ വലിക്കുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കോളി, നമ്മൾ സിഗരറ്റ് നിർത്തൂല, പിന്നെ ഇങ്ങനെ പോകും, ഇടക്കലിൽ എത്തും. പിന്നെ എത്തിയിട്ട് അവിടേക്ക് എത്തിയാ പിന്നെ അതിൽ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കഴിയുകയും ഇല്ല. അപ്പൊ ഈ ഡ്രഗ്സ് ഒരാൾ അതിൽ അഡിക്റ്റഡ് ആയി പോയാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുന്നത്? അവന്റെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ വരും. 50ഓളം പുതിയ രോഗങ്ങൾ ഈ ഡ്രഗ്സ് കൊണ്ടുവരുന്നതാണ് കണക്ക് പറയുന്നത്. 50ഓളം രോഗങ്ങൾ ഈ ഡ്രഗ്സ് വലിക്കുന്നത് കൊണ്ട്, തിന്നുന്നത് കൊണ്ട്, ഉപയോഗിക്കുന്നത് കൊണ്ട് അവനുണ്ടാവും. അതേപോലെ അവൻ നിത്യമുണ്ടാകുന്ന 40ഓളം രോഗങ്ങൾക്ക് അവർക്ക് ഒരിക്കലും എന്ത് മരുന്ന് കുടിച്ചെങ്കിലും ചില രോഗങ്ങൾക്ക് എന്താവില്ല, ആ മരുന്ന് ഫലിക്കാൻ. കാരണം അവന്റെ ഉള്ളിൽ ഡ്രഗ്സ് ഉണ്ട്, ആ ഒറ്റ ഒരു കാരണം കൊണ്ട്. അപ്പൊ അത്രമാത്രം ഡേഞ്ചറാണ്. അതേപോലെ നമ്മുടെ ഓർമ്മശക്തി, മെമ്മോറി പവറിനെ ഈ ഡ്രഗ്സ് ഇല്ലാതാക്കും. ഡ്രഗ്സ് വലിക്കുന്നതോറും നമ്മുടെ മെമ്മോറി പവർ നഷ്ടപ്പെട്ടു പോകും. അതിന്റെ അർത്ഥം നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയില്ല, നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിക്കില്ല, നല്ല ഒരു പഠിക്കുന്ന ഒരാളായിട്ട് അവിടെ മാറാൻ വേണ്ടി കഴിയില്ല. അതേപോലെ നമുക്ക് ഈ കോൺസെൻട്രേഷൻ പവർ നഷ്ടപ്പെട്ടു പോകും. ക്ലാസ്സിൽ നമ്മൾ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാല് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കാനുള്ള ഒരു കഴിവാണ്, അല്ലെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ പറയുക, നമുക്ക് കോൺസെൻട്രേഷൻ പവർ ഇല്ലാതാണ് അർത്ഥം. അപ്പൊ ഡ്രഗ്സിൽ ഏറ്റവും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ പവർ നമുക്ക് ഇല്ലാതായിട്ട് മാറും. അതേപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരും. എപ്പോ നോക്കുമ്പോഴും ദേഷ്യമായിരിക്കും, എപ്പോ നോക്കുമ്പോൾ ആളുകളോട് ചൊടി തന്നെ, നമുക്ക് ആരോട് സ്നേഹമോ പിരിസോ ബഹുമാനോ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ തന്നെ അല്ലാതായിട്ട് മാറും ഈ ഡ്രഗ്സ് നമ്മൾ ഉപയോഗിച്ച്. ഉമ്മാരോട് മുണ്ടാൻ നമുക്ക് ചൊടിയാണ്, ഉപ്പാരോട് മുണ്ടുമ്പോൾ നമുക്ക് ചൊടി വരും, സഹോദരന്മാരോട് മുണ്ടുമ്പോൾ, ചങ്ങായിമാരോട് മുണ്ടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് ടോട്ടലി ഏറ്റവും സത്യ വ്യത്യാസം നമ്മുടെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകും. അതേപോലെ തന്നെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ. ഈമാൻ നഷ്ടപ്പെട്ട് നിസ്കരിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, ഖുർആൻ ഓതാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, പിഴക്ക് ചെയ്യാൻ അവന് ഭയങ്കര താല്പര്യം ഉണ്ടാവും, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരിക്കലും ഒന്നുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. ഇതിൽ നമ്മൾ അഡിക്റ്റഡ് ആയിട്ട് പോയാൽ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ നമ്മൾ അഡിക്റ്റഡ് ആവാതിരിക്കാൻ, നമ്മൾ ഡ്രഗ്സിന്റെ ആള് ആവാതിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒന്നാമത്തത് നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളതാണ്. നമ്മുടെ ചങ്ങായിമാര്, നമ്മൾക്ക് ഇങ്ങനത്തെ ഉപയോഗിക്കുന്ന ചങ്ങായിമാർ നമുക്കുണ്ടെങ്കിൽ അവൻ എത്ര വലിയ ആളായിക്കോട്ടെ അവനോട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ കയറാം. അവൻ ഫ്രണ്ട്ഷിപ്പ് പോട്ടെ, അവൻ മാത്രം ചങ്ങായി നമുക്ക് വേണ്ട. ഇതുമായിട്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടെങ്കിൽ, എന്നെ സ്മോക്കിംഗ് ആക്കുന്ന ചങ്ങായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ നേരാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയണം, ആ സ്മോക്കിംഗ് ആക്കുന്ന ആളുകളെ. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സുഹൃത്തുക്കള്, ആ ചില ആളുകൾ ചിരിക്കുന്നുണ്ട്, എന്തെന്ന് അറിയാലോ, എല്ലാവരും കേട്ടാ. അപ്പൊ പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ നന്നാക്കുന്ന ഏറ്റവും പ്രധാനം ഒന്നാമത്തെ വഴി അതാണ്.
രണ്ടാമത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട ഈ ജനറേഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ആരോടും ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട ഞാൻ പറയാം, കാരണം നിങ്ങൾ അത് കേൾക്കാൻ നമുക്ക് ഉറപ്പുണ്ട്. അത് കാരണം ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. ഈ ഇപ്പോൾ ജനറേഷൻ ഇതെല്ലാം വേണ്ടതാണ്. മൊബൈൽ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലാം നമുക്ക് വേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ഡ്രഗ്സ് വലിക്കാനും കള്ളു കുടിക്കാനും സ്മോക്കിംഗ് ആക്കാനും ഭയങ്കര എൻകറേജ്മെന്റ് തരുന്ന ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ കേരളത്തിൽ നടന്ന ഒരു സ്റ്റഡീസ് എന്ന് പറയുന്നത്, കേരളത്തിലെ കുറെ കൊലപാതകങ്ങൾ നടന്നിരുന്നു, മർഡറുകൾ കുറെ അക്രമങ്ങൾ നടന്നിരുന്നു. അതിനൊക്കെ കാരണം കേരളത്തിൽ ഇറങ്ങിയ ഒരു ഫിലിമാണ് എന്ന് പറയുന്നത്, ഒരു മൂവിയാണ് അതിന്റെ കാരണം. ഏത് മൂവി നടക്കുന്ന അറിയോ? ഭയങ്കര മർഡറൊക്കെ നടക്കാൻ കാരണമുള്ള ഒരു മൂവി. ഏതാണ് ആ മൂവി? അതല്ല, മാർക്കോ എന്ന് പറയുന്ന ഒരു മൂവി. അതിൽ ഭയങ്കരമായിട്ട് കൊല്ലുന്നത് കൊണ്ട് ആ മൂവിയിൽ നിന്ന് ആളുകൾ പഠിച്ചിട്ടാണ് കൊല്ലാൻ തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പൊ ഫിലിം കാണുന്ന നമ്മൾ ശ്രദ്ധിക്കണം. ഫിലിം കാണുന്ന മക്കളെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ അറിയോ? ആ ഡ്രഗ്സ് പഠിക്കാൻ നമുക്ക് ഫിലിമിൽ നിന്നാണ് നമ്മൾ ഡ്രഗ്സ് പഠിക്കാം. സോഷ്യൽ മീഡിയ ചില വീഡിയോകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാം? ഡ്രഗ്സ് പഠിക്കാം. അവിടെ നിന്നൊക്കെ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളെ വഴി തെറ്റിപ്പോകരുത് അതിന്റെ ഉപയോഗങ്ങളെ കൊണ്ട്. അതൊരു കാരണമാണ്. പിന്നെ ഒരുപാട് ടെൻഷൻ നമ്മൾ തലക്കെടുക്കാൻ വേണ്ടി പാടില്ല. ഡ്രഗ്സിലേക്ക് കള്ളുകുടിയിലേക്ക് ആളുകളൊക്കെ പോകുന്നത് ടെൻഷനെ കൺട്രോൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്വബര് നമുക്ക് വേണം. എന്ത് പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടായാലും, ആര് നിങ്ങളെ പറഞ്ഞാലും, ആര് നിങ്ങളെ കളിയാക്കിയാലും, വലിയ ഒരു ചങ്ങായി നിങ്ങളെ വിട്ടിട്ട് പോയാലും, വലിയൊരു ലവർ നിങ്ങളെ ബ്രേക്കപ്പ് ആക്കിയിട്ട് പോയാലും, അത് നല്ല സ്വഭാവമല്ല. ഏതായാലും എന്ത് ടെൻഷൻ നിങ്ങളെ ലൈഫിൽ വന്നാലും നമ്മൾ തലക്കെടുക്കാൻ വേണ്ടി വേണം. സ്വബര് എന്നുള്ള സാധനം നമുക്ക് വേണം, ക്ഷമ വേണം. കാരണം ടെൻഷൻ അടിച്ചിട്ട് ആ ടെൻഷനെ കൺട്രോൾ ആക്കാൻ നമ്മൾ കള്ളുകുടിയിലേക്കും ഡ്രഗ്സിലേക്കും നമ്മൾ പോയി പോകും. ശ്രദ്ധിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, പള്ളിയുമായിട്ടും മദ്രസയുമായിട്ടും നിങ്ങൾ എപ്പോഴും കണക്റ്റഡായിട്ട് നിങ്ങൾ ബന്ധം വേണം. മദ്രസയിൽ നിങ്ങൾ പഠിക്കുന്ന കാലത്തോളം നിങ്ങൾ മദ്രസയിൽ കൃത്യമായി വരും, നിസ്കരിക്കും, ജമാഅത്ത് ഉസ്താദ് സംസാരിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മദ്രസ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പള്ളിയിലേക്ക് വരുന്നുണ്ടോ? അതാണ് വിഷയം. വരും എപ്പോ? മജ്‌ലിസുണ്ടോ ഒക്കെ സീറിന് കൊടുക്കാൻ മാത്രം നിങ്ങൾ പള്ളിക്ക് വരും. അങ്ങനെ ആവാൻ വേണ്ടി പാടില്ല. മദ്രസ നിങ്ങൾ വിട്ടാലും നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമായിട്ട് ഒരു കോണ്ടാക്ട് നിങ്ങൾ പോകണം. ഉസ്താദ് റൂമിലേക്ക് പോയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ സംസാരിക്കണം. നല്ലൊരു ബന്ധം നിങ്ങൾക്ക് വേണം. അതൊരു നല്ലതാണ്. പള്ളിയുമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ഒരു കണക്ഷൻ വേണം. മജ്‌ലിസുകളില് ജമാഅത്തുകളില് ബന്ധം നേർക്കുണ്ടെങ്കിൽ നിങ്ങൾ വഴിതെക്കല, നിങ്ങൾ ഡ്രഗ്സിന്റെ വഴിയിലേക്ക് ഒരിക്കലും പോകല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ, ഇതൊക്കെ ചെറിയ ചെറിയ സൊല്യൂഷനുകളാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് പരമാവധി ഡ്രഗ്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമസ്തയുടെ സർക്കുലർ പ്രകാരം എല്ലാ മക്കളും പ്രതിജ്ഞ ചൊല്ലുന്നതാണ്. ഇന്ന് നിങ്ങള് ഈ ക്ലാസ് ഇവിടെ വെച്ചത് വെറുതെ വേണ്ടിയിട്ടല്ല. പിന്നെ SKSBന്റെ ഒരു മക്കളും ഡ്രഗ്സിന്റെ കേസിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമസ്ത നമ്മളോട് സംഘടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഡ്രഗ്സിന്റെ ആളായിട്ട് മാറും. നൽകട്ടെ.